കോവയ്ക്ക അരിഞ്ഞത്, അതിലോട്ട് തേങ്ങ ചിരകിയത്, സബോള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പയിൽ വെച്ച് അതിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ ആ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇടുക. എന്നിട്ട് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കണം. ആ മൂട മാറ്റിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വയ്ക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് പോരെങ്കിൽ ഇടണം. അപ്പോൾ നല്ല അടിപൊളി കോവയ്ക്ക തോരൻ റെഡി.